ഹായ് SL ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് കള്ളം പറയാണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അതായത് ഇവർ കള്ളം പറയുകയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് എന്തെങ്കിലും സൈനുകളുണ്ടോ, എങ്ങനെയാണ് അത് അറിയാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യണത്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നിങ്ങളോട് പറയുന്നത് പച്ച കള്ളമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയാമെന്നതിനുള്ള കുറച്ച് സൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് അറിയാനായിട്ട് കഴിയാന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലനേഷൻ തരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവരതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഉണ്ടായത്, ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതിനെ വളരെയധികം വിശദീകരിച്ച് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സാധാരണ സത്യം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ കള്ളം പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മൈന്യൂട്ട് പോയിന്റ്സും എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുള്ളതാണ്. അതായത് അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അപ്പൊ ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയി, ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഓവർ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടെങ്കിൽ അവര് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കരുത്. അതായത് ഈ ഒരു കാര്യത്തിൽ തന്നെ എല്ലാം തീരുമാനമാകണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളിത് വിശ്വസിക്കണം, ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എടുത്തെടുത്ത് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഓവർ എക്സ്പ്ലനേഷൻ ആ പേഴ്സൺ തരുന്നുണ്ടെങ്കിൽ അത് അവർ കള്ളം പറയുന്നതിന്റെ ഒരു സൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ബ്രീത്തിങ് കൂടും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, അവർ കള്ളമാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ ബ്രീത്തിങ് ലെവൽ വളരെയധികം കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വളരെയധികം പേടിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ. സോ ആ ഒരു രീതിയിൽ ബ്രീത്തിങ് കൗണ്ട് വളരെയധികം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ബ്രീത്തിങ് ലെവൽ കൂടുന്നുണ്ടെങ്കിലും അത് ഒരു സൈൻ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് ഒരു രീതിയിൽ മുഖം തരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നേ ഉണ്ടായിരിക്കില്ല. ഒന്നില്ലെങ്കിൽ താഴേക്ക് നോക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് മുഖം തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അവരുടെ മുഖം വെച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ നേരെ നോക്കിയിട്ട് അവർ സംസാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്, നേരെ മുഖം വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല. സോ ഇത്തരത്തിൽ മുഖം തരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലൊക്കെ ആ വ്യക്തി കള്ളം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖം തിരിച്ചു വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവരുടെ കണ്ണ് നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചലിക്കുന്നില്ല, നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെയാണ് ആ വ്യക്തി നോക്കിയിട്ട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ അതിനുള്ള ആൻസർ കള്ളത്തരം ആലോചിക്കുകയാണെന്നുള്ളതാണ്. അവർ പറയുന്നത് കള്ളമാണ് എന്നുള്ളതിന് വളരെ നന്നായിട്ടുള്ളൊരു സൈനാണ് ഇത്തരത്തിലുള്ള അവരുടെ കൃഷ്ണമണി ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നുണ്ടോ അതോ കറക്റ്റ് നമ്മളെ നോക്കിയിട്ട് തന്നെയാണോ സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്നുള്ളത്. സത്യം പറയുന്ന ഒരു പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൃഷ്ണമണി ആക്കിയിട്ട് നമ്മളോട് സംസാരിക്കില്ല, നമ്മളെ നേരെ നോക്കിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ കള്ളം പറയുന്ന ഒരു പേഴ്സൺ ആണ് ടെൻഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിങ്ങനെ ചലിക്കുന്നുണ്ടാവും. അതായത് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ ആലോചിക്കുകയാണ്. സോ ആ ടെൻഷനാണ് അവരുടെ കണ്ണിൽ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ കെട്ടി നിന്നിട്ടാണോ സംസാരിക്കണത്, അതോ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് നിന്നിട്ടാണോ സംസാരിക്കുന്നത്, എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞിട്ടാണോ നിൽക്കുന്നത്, അങ്ങനെ കാലൊക്കെ മാറ്റിയിട്ട് മീൻസ് വേറെ ഏതെങ്കിലും ദിശയിലേക്ക് ചെരിഞ്ഞിട്ടാണോ നിൽക്കുന്നത്, ഈ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൈയൊക്കെ കെട്ടി നിന്നിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ ഒരുപാട് കള്ളങ്ങൾ ആ വ്യക്തി ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ടെൻഷനും അവരുടെ ഈ കൈ കെട്ടലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൈ കെട്ടി നിന്നിട്ടാണ്, അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സാധാരണ അവർ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ അല്ലാതെ വളരെയധികം വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ കള്ളമാണ് പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം കണ്ടുകൊണ്ട് ഇവർ കള്ളമാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, എല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പിക്കുക. ചില ആളുകളുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെ അവർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ് ബാധിക്കുക,
ചിലപ്പോൾ ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് കേട്ട് നിങ്ങൾ പോയി ചോദിച്ചു കഴിയുമ്പോൾ പിന്നീട് അതൊരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ പോയിന്റ്സും ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരിൽ വരുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അവരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത് കള്ളമാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്